പൈൻ ഫോറസ്റ്റ് വാഗമണ്ണ്. ഞാനിപ്പോൾ ഉള്ളത് പൈൻ ഫോറസ്റ്റിലാട്ടോ. പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത്. ഇവിടെ നമ്മൾ ബൈക്ക് കാറൊക്കെ പാർക്ക് ചെയ്യണം. ചെറിയൊരു സ്ട്രീറ്റ് വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 0.1, അതായത് 100 മീറ്റർ ഉണ്ട് പൈൻ ഫോറസ്റ്റിലോട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം അങ്ങോട്ട് ഇതുപോലത്തെ ഷോപ്പുകൾ വരുന്നതുകൊണ്ട് നമുക്കങ്ങനെ വെഹിക്കിൾസിന് പോകാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ക്രൗഡ് ഉണ്ട് കേട്ടോ. ഞാൻ വേറെ സ്ഥലങ്ങളിലോട്ട് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് യൂഡി വ്ളോഗ്. യു ക്യാൻ കോൾ മീ യൂഡി. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്, നല്ല തങ്ങൾപ്പാറ. അതിന് മുമ്പ് ഒരു സ്പോട്ടിലോട്ട് പോയിട്ടുണ്ട്, മറ്റേ ഒരു വാഗമണ്ണിൻ്റെ ഒരു മുട്ടക്കുന്ന്. അതിന് മുമ്പ് ഒരു ഇതിൻ്റെയൊക്കെ ഞാനിവിടെ ഓരോ കാർഡ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളൊന്നും മസ്റ്റ് വിസിറ്റ് സ്പോട്ടുകളിലെ 5 സ്പോട്ടാണ്. വാഗമണ്ണിൽ മെയിനായിട്ട് പറഞ്ഞുതരാം. കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി ഈ ജില്ലകളിലെ ഹിൽ സ്റ്റേഷൻ വരുന്നതാണ് വാഗമണ്ണ്. ഇവിടെ മെയിനായിട്ട് വരുന്നത് ഇതുപോലത്തെ ഹിൽ സ്റ്റേഷനും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഏറ്റവും എളുപ്പമായിരിക്കും ഈ വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റിലോട്ട്. കാരണം എന്താ വെച്ചാൽ പൈൻ ഫോറസ്റ്റ് വരുന്നത് നമ്മളെ കൊടൈക്കനാൽ വരുന്നുണ്ട്. കൊടൈക്കനാലിൽ ഏകദേശം കേരളത്തിൽ നിന്ന് എവിടുന്ന് പോകണമെങ്കിലും, നോർത്തായ കണ്ണൂരാണെങ്കിലും അതുപോലെ അതുപോലെ ഇതിപ്പോൾ ഈ വണ്ടിയൊന്നും അങ്ങോട്ട് കടത്തില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാതെ റോഡ് ഇതിൻ്റെ അടി കൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഓൾറെഡി ബൈക്കോട്ട് ഇങ്ങോട്ട് വന്നു, തിരിച്ചവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താണ്. ഇനി പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ നമ്മൾ കണ്ണൂർ അതുപോലെ ആ സൈഡിൽ നിന്ന്, നോർത്ത് സൈഡിൽ നിന്ന് വാഗമണ്ണിലോട്ട് കുറച്ച് കിലോമീറ്റർ ദൂരം കൂടുതലാണ്. പക്ഷേ എറണാകുളം അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ അടുത്താണ്. ഈ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കേരളത്തിൽ പൈൻ ഫോറസ്റ്റിലോട്ട് എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈൻ ഫോറസ്റ്റ് എൻജോയ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വാഗമണ്ണ് തന്നെ കേട്ടോ. ഇവിടുത്തെ തിരക്ക് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക്. യെസ്, പേര് യൂഡി വ്ളോഗ്. അപ്പോൾ ഇതുപോലത്തെ ഷോപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഞാൻ ഇപ്പോൾ പോയ സ്ഥലങ്ങളൊക്കെ വാഗമണ്ണ് ഇപ്പോൾ 2 സ്പോട്ടിൽ ഞാൻ ഓൾറെഡി പോയി. അവിടെയൊക്കെ ഓൾറെഡി ഇതുപോലത്തെ ഷോപ്പുകൾ ഉണ്ടെങ്കിലും അവിടെ ഒന്നും തിരക്കില്ല. ഇവിടെ നല്ല ക്രൗഡുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 100 മീറ്റർ ഉണ്ട് പൈൻ ഫോറസ്റ്റിലോട്ട്. അപ്പം നമ്മളിത് ഇതുപോലെ ഒരു ഇതിലൂടെ വേണം നടന്ന് പോകാൻ. പിന്നെ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് കാണുക. 4K ഇട്ട് കാണാൻ പറ്റുന്നവർ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇവിടെയൊക്കെ ഇതുപോലത്തെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിന് വരുന്നത് 100 രൂപ കേട്ടോ. എവിടെ ചോദിച്ചാലും ഇവർ ഹോം മെയ്ഡാന്ന് പറയുന്നു. ചോദിച്ചു നോക്കാം. ഇതെല്ലാം ഹോം മെയ്ഡാ. എത്ര രൂപ വരുന്നത്? 100 രൂപ. ഇതൊക്കെ 100 രൂപയാണ്. 30 രൂപ. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടോ? ഡാർക്കായിട്ട് വരുന്നത്. ഊട്ടികളിൽ ആ ഒരു തണുത്ത പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാലാണ് മെയിനായിട്ട് ഇതുപോലത്തെ സംഭവങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു നന്നുകൂടി തണുപ്പ് വരട്ടെ. നമുക്കൊരു ഈവനിങ് തിരിച്ചു വരുമ്പോൾ കയറാം. തണുപ്പ് വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാം. ഓക്കെ ചേച്ചി. ഒരു തണുത്തൊരു ക്ലൈമറ്റ് അല്ലെങ്കിൽ ആ കോട മൂടിയ ടൈമിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നല്ല രസം കേട്ടോ. അതാണ് ഇവിടെ മെയിനായിട്ട് ചോക്ലേറ്റ് വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. എല്ലായിടത്തും എല്ലാ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും ചോക്ലേറ്റ് ഉണ്ടാവും. ചോക്ലേറ്റും പിന്നെ തേയില പൗഡറും. നടക്കാം. പിന്നെ ഈ ഒരു റൂട്ടിൽ ഇതുപോലത്തെ ഷോപ്പുകളുണ്ട്. പിന്നെ അതുമാത്രമല്ല, അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇത് ചെറിയൊരു ആളുകൾ, ഐ മീൻ ഈ എസ്റ്റേറ്റിലൊക്കെ താമസിക്കുന്ന പോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ വീടുകൾ കാണാം നിങ്ങൾക്ക്. ആ വീടുകൾക്കൊക്കെ നമ്പറുകളുണ്ട്. ഇതുപോലത്തെ വീടുകളുണ്ട്. ആ വീടിനൊക്കെ ഓരോ നമ്പറുണ്ട്. അത് ഈ ഒരു എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന. ഞാൻ മറ്റേ വയനാട് പോയപ്പോൾ ഒരു എസ്റ്റേറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഏകദേശം 800 ഏക്കറിൽ 300 സ്റ്റാഫുകളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എത്രയെന്നാവും അതാണ് അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത്. ഓരോ ഇവിടേക്ക് അത് ഏക്കർ കണക്കിന് മെയിനായിട്ട് എസ്റ്റേറ്റ് ഇപ്പം ഒരു ബാറ് വരുന്നുണ്ട് കേട്ടോ. ഈ 100 മീറ്റർ നടക്കേണ്ട 100 മീറ്റർ ഉള്ളൂ ആ റോഡിൽ നിന്ന് പൈൻ ഫോറസ്റ്റിലോട്ട്. പക്ഷേ നമ്മൾ ആ 100 മീറ്റർ ഒന്നും അറിയില്ല. കാരണം ഇതിങ്ങനെ ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിങ്ങനെ നടക്കുക അത്രേ ഉള്ളൂ. വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാട്ടോ.
അങ്ങനെ ഫൈനലി ഇത് അവിടുന്ന് പറഞ്ഞില്ല, ആ റോഡിൽ നിന്ന് 100 മീറ്റർ നടന്നത് നമ്മൾ നേരെ ഇതാണ് എത്തിട്ടോ. ഇവിടെയും ടിക്കറ്റ് ഉണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപ കേട്ടോ. ആണ് സ്പോട്ട്. ടിക്കറ്റ് എടുക്കാം. അതായിരുന്നു കേട്ടോ. 500 ചേഞ്ച് ഉണ്ടാവോ? 2 പേരെ. അതിന് വേറെ കയ്യിൽ ക്യാഷ് ഇല്ല, കാരണം ഇവിടെ എവിടെയും ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ATM എടുത്ത് ക്യാഷ് അത് അതുകൊണ്ട്. ഇതാട്ടോ ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് 20 രൂപ, പെർ പേഴ്സൺ 10 രൂപ. താങ്ക് യു. അങ്ങനെ നമുക്ക് നടക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പൈൻ ഫോറസ്റ്റ് നിങ്ങൾക്ക് എവിടെ പോയാലും കാണാം. മീൻസ് ഊട്ടി, അതുപോലെ കൊടൈക്കനാൽ പൈൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഇതിന് പറയുന്നത് പൈൻ വാലി എന്നൊക്കെ ഈ ഒരു ഏരിയക്ക് സ്ഥലത്തിന് പറയുന്നത് കേട്ടോ. കാണാം, എനിക്ക് അടിപൊളി സ്പോട്ടാണ് മക്കളെ. അടിപൊളിയാട്ടോ. അതേപോലെ ഇതൊക്കെ ഇതിനകത്തുണ്ട്. കപ്പിൾ ഫോട്ടോഷൂട്ട് ഒരുപാട് നടക്കുന്ന ഒരു ഏരിയ ആണത്, പൈൻ ഫോറസ്റ്റ്. അതായത് ഞാൻ ഇപ്പോൾ വാഗമണ്ണ് വന്നിട്ട് വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് വാഗമണ്ണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും എളുപ്പം എന്താ പറയുക വെച്ചാൽ നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലങ്ങളിലോട്ടൊക്കെ വരുന്ന വഴിയിലാണ് ഒരുപാട് സ്പോട്ടുകളുണ്ട്. തങ്ങൾപ്പാറ ഉണ്ട്, പൈൻ ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ പിന്നെന്താ മൊട്ടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഗമണ്ണിലെ അടിപൊളി ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഫിലിമൊക്കെ ഒരുപാട് ഷൂട്ട് ചെയ്ത ഒരു വീടുണ്ട്. അതിൻ്റെയൊക്കെ ഇതേ കാർഡിലിട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ഒറ്റ റൂട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് വരും ഈസി ആട്ടോ. സിമ്പിളായിട്ട് ഈ ഒരു വഴിയിലൂടെ വരാൻ പറ്റും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ ക്യാഷ് കരുതിക്കോ, ഗൂഗിൾ പേ എവിടെയില്ല. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ 500 കൊടുത്തപ്പോൾ ചേഞ്ച് അവർ ചോദിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ അടിപൊളിയാണ്, നല്ല വൃത്തിയില്ല പൈൻ ഫോറസ്റ്റ്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോണതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കാണാതെ അവിടെയൊക്കെ ഒരുപാട് പേര് അതിൻ്റെ അകത്ത് അവിടെയൊക്കെ ഉണ്ട്. അങ്ങോട്ട് കയറാനോ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. എവിടെ ചുമ്മാ പറഞ്ഞിട്ടാണ്. ഇതേ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് ഞാനൊന്നും കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റർ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ഇവിടെ ഇതിൻ്റെയൊക്കെ കാൽപ്പാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതാണ്. അങ്ങനെ നടന്നതേ ഇത് ഇവിടെ എൻഡ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് ഇറങ്ങും. ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനടിയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ഊഹിച്ചേക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ എന്തായിരിക്കും ഒന്ന്. പക്ഷെ അടിപൊളി, നല്ല വൃത്തിയില്ല, നല്ല അടിപൊളി ഒരു ഫോറസ്റ്റാണ് ഈ ഒരു സ്പോട്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു കൊടൈക്കനാൽ അല്ലെങ്കിൽ ആ ഒരു ഊട്ടിയിലൊക്കെ വെച്ച് ഞാൻ 2 സ്പോട്ടിലും പോയിട്ടുണ്ട്. കൊടൈക്കനാലും പോയിട്ടുണ്ട്, ഊട്ടിയും പോയിട്ടുണ്ട്. അതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നുന്നത് ഇതാണ്. റോഡൊന്ന് മാനേജ് ചെയ്താൽ മതി. നിങ്ങൾ ഫോട്ടോ ഫ്രെയിമൊക്കെ നോക്കുമ്പോൾ റോഡിന് ആ ഒരു മാനേജ് ചെയ്തത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഞാൻ വന്നപ്പോൾ മലയാളീസിനെ 1-2 ആളുകളെ കണ്ടിട്ടുള്ളൂ.
പക്ഷെ ഇവിടെ കച്ചവടങ്ങൾ നടത്തുന്നത് ഫുള്ള് മലയാളീസാണ്. തമിഴന്മാർ കുറവാണ് കച്ചവടക്കാർ. പക്ഷെ ഇവിടെ വന്നവർ ഫുള്ള് തമിഴന്മാരാണ് കൂടുതൽ. എവിടെ പോയാലും ഇവിടെ ഇതിന് ഇല്ല കേട്ടോ. സീരിയസ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. എത്രത്തോളം എൻ്റെ ഷർട്ടും ഈ ഒരു മരത്തിൻ്റെ കളറും സെയിം ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അധികം കറക്റ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ഈ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ ഷർട്ടും ഇതും കറക്റ്റാണ്. ഇതൊക്കെ ഇവരൊക്കെ ഈ വന്നവരൊക്കെ അധികം ഓരോ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ തമിഴ്നാട്ടിൽ നിന്നാണ്. മലയാളീസ് കുറവാണ്. പിന്നെ അതെ ഇവിടെയൊക്കെ ഒരു ബേർഡ്സിൻ്റെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ കാണാനില്ല. ഓക്കെ, ഇവിടെ ഇതിൻ്റെ എൻഡിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതിൻ്റെ അപ്പുറത്തോട്ട് നേരെ കുറച്ച് കാടുകളാണ്. അപ്പോൾ മരങ്ങൾ ഇത് ഈ സൈഡിലോട്ടും പോവാം. ഇവിടെ പോകാനൊന്നും പോകാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പോകണമെങ്കിൽ പോവാം. പക്ഷെ കാടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ കാടുകളുണ്ട് കേട്ടോ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു വ്യൂ. ടൈം 5 മണി വരെ ഉള്ളൂ കേട്ടോ. നിങ്ങൾ 5 മണിക്ക് മുമ്പ് എത്തിക്കോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വാഗമണ്ണ് വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടിലൊന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ ഒരു ഏകദേശം 10 മണിക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 9:30 എത്തുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം 8 മണിക്ക് അതിന് മുന്നേ എത്തിക്കോ. 8 മണിക്ക് എത്തിയിട്ടും കാര്യമില്ല കേട്ടോ, സോറി 9 മണിക്ക് എത്തിക്കോ. 9 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു വീടുണ്ട്, ഒരു ബോട്ടിംഗ് ഉണ്ട് എക്സാക്റ്റ് വാഗമൺ ടൗണിലാണ്. അത് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ. അത് ചെയ്തിട്ട് നേരെ 2-1 നിങ്ങൾക്ക് മാക്സിമം 20 മിനിറ്റൊക്കെയുള്ള നമുക്ക് ആ ലേക്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബോട്ടിംഗ് നടത്താൻ പറ്റുള്ളൂ. അവിടെ നേരെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നേരെ ഒന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ അവിടെ നേരെ എന്ത് ചെയ്യാം, അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഒരു ഒറ്റ റൂട്ടില്ല. അവിടെ നേരെ നിങ്ങൾക്ക് മുട്ടക്കുന്ന് പോവാം. മുട്ടക്കുന്ന് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. അവിടെ നേരെ ഇറങ്ങിയതിന് ശേഷം ഉച്ചക്കല്ലേ ഫുഡ് കഴിക്കുക. വരുന്ന വഴിയിൽ തന്നെ നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ഊണൊക്കെ കഴിക്കാൻ പറ്റും. ഊണ് കഴിച്ചിട്ട് നിങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലോട്ട് പിടിക്കാം. തങ്ങൾപ്പാറ അടുത്ത് തങ്ങൾപ്പാറയാണ്. തങ്ങൾപ്പാറ കഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. തങ്ങൾപ്പാറ കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ പൈൻ ഫോറസ്റ്റ് വരാം. ഇനി പൈൻ ഫോറസ്റ്റ് വന്നു കഴിഞ്ഞാൽ നേരെ ഇനി അടുത്ത് ഞാൻ പോകുന്നത് ഇവിടെ ലാസ്റ്റ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ലാസ്റ്റ് സ്പോട്ടായ കുരിശുമലയിലോട്ടാണ്. കുരിശുമലയിൽ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല സൺസെറ്റിൻ്റെ നല്ല വ്യൂ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 5 മണിക്ക് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കറക്റ്റ് സമയം നിങ്ങൾ 4:46 ഇനി ഇവിടുന്ന് ഞാൻ 5 മണിക്ക് എൻട്രി ക്ലോസ് ചെയ്യും. എക്സിറ്റ് 6 മണി 2 വന്നു. അപ്പോൾ ഞാൻ നേരെ കുരിശുമല പോകും. ട്രിപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വാഗമണ്ണ് കഴിച്ചിട്ട് നേരെ തിരിച്ച് പോകണം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽഡ്. അപ്പോൾ പറഞ്ഞതിൽ ക്ലാരിഫൈ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നല്ല വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.